നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എംഎൽഎമാരായ മുഹമ്മദ് റിയാസിനെയും ജനീഷിനെയും വിമർശിച്ച് മുൻ പാലക്കാട് എംഎൽഎയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ, അതായത് ധവളപത്രവുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ ഒരു വീഡിയോ, അതിനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹസിച്ചിരിക്കുന്നത്. ചത്ത് 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 ധവളപത്രം ചത്ത് എന്ന് പറഞ്ഞ ക്യാപ്ഷനോടെയാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. വീഡിയോ ഇതാണ്: മുഹമ്മദ് റിയാസും ജനീഷും തമ്മിൽ സംസാരിക്കുന്നു. ധവളപത്രം അവതരിപ്പിക്കുന്നതിൻ്റെ തലേ ദിവസം, അതായത് ധവളപത്രം തയ്യാറാക്കേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ളതാണ്, അത് മറ്റൊരാളെ ഏൽപ്പിക്കുക എന്നത് മോശമാണ് എന്ന് ജനീഷ് പറയുന്നു. അപ്പോൾ മുഹമ്മദ് റിയാസ്, ബാക്കി നമുക്ക് ധവളപത്രം വന്നതിന് ശേഷം സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ട്രെയിലർ പോലെ ചെയ്ത വീഡിയോ ആണ്. ആ വീഡിയോ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹസിച്ചിരിക്കുന്നത്. ഇത്രയും ചിരിപ്പിച്ച ഒരു ട്രെയിലർ ഇതിനു മുമ്പ് ഒരു സിനിമയ്ക്കും ഉണ്ടായിട്ടില്ല എന്നതടക്കമുള്ള വിമർശന കമൻറ്റുകളൊക്കെ അവരുടെ വീഡിയോയ്ക്ക് വരുന്നുണ്ട്. അവർ തമ്മിൽ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. നിയമസഭയിൽ പറഞ്ഞാൽ എടുത്തിട്ട് അലക്കുമെന്നറിയാം, അതുകൊണ്ട് അവർ തമ്മിൽ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് എന്നതടക്കമുള്ള പരിഹാസം ഈ ഒരു വീഡിയോയ്ക്ക് കീഴിൽ വരുന്നുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലും ഇതിനെ വിമർശിച്ചിരിക്കുന്നു. ധവളപത്രം ചത്ത് എന്ന് പറഞ്ഞിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹസിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ധവളപത്രം സർക്കാർ അവതരിപ്പിച്ചത്. ധവളപത്രത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് വരാം. അതിനു മുമ്പേ ധവളപത്രത്തിൽ കിഫ്ബിയെ വലിയ രീതിയിൽ വിമർശിച്ചിട്ടുണ്ട്. കിഫ്ബിയെ കയറൂരി വിടരുത് എന്ന് തന്നെയാണ് ഈ ധവളപത്രത്തിലൂടെ വ്യക്തമാക്കുന്നത്. കിഫ്ബി അനുവദിച്ച ഫണ്ടിൻ്റെ 19% കിട്ടിയത് കണ്ണൂരിനാണ് എന്ന വിവരവും ഈ ധവളപത്രത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. കിഫ്ബിയുടെ കടമെടുപ്പ് സർക്കാരിനേക്കാൾ കൂടിയ പലിശ നിരക്കിലാണ്. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച ധവളപത്രത്തിൽ കിഫ്ബിയെ അടിമുടി വിമർശിച്ചിരിക്കുകയാണ്. സംസ്ഥാന ബജറ്റിന്റെ സാമ്പത്തിക പരിമിതികളെ മറികടക്കാൻ കഴിയുന്ന ധീരമായ കണ്ടെത്തലായിരുന്നു കിഫ്ബി എങ്കിലും അതിന്റെ അടിസ്ഥാന തത്വം അട്ടിമറിക്കപ്പെട്ടു എന്നാണ് ധവളപത്രത്തിൽ ആരോപിക്കുന്നത്. കിഫ്ബി വായ്പകൾ ഇപ്പോൾ സർക്കാരിൻ്റെതായാണ് പരിഗണിക്കുന്നതെന്നും സർക്കാരിനേക്കാൾ കൂടിയ നിരക്കിലാണ് കിഫ്ബി വായ്പ എടുത്തതെന്നും ധവളപത്രത്തിൽ വിമർശിച്ചിട്ടുണ്ട്. പദ്ധതിയുടെ വിതരണത്തിൽ രാഷ്ട്രീയത്തിന് മുൻഗണന നൽകി. വായ്പയുടെ തിരിച്ചടവിനും പദ്ധതികൾക്ക് പണം കണ്ടെത്താനുമായി 56,000 കോടി രൂപയുടെ സംയുക്ത ബാധ്യതയാണ് കിഫ്ബി വരുത്തിവെച്ചതെന്നും പൂർണ്ണമായ ആഘാതം ഇനി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നുവെന്നുമാണ് ധവളപത്രത്തിൽ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തെ വൻകിട പദ്ധതികൾക്ക് ഫണ്ട് ലഭ്യമാക്കാനുള്ള ഏജൻസിയായി 1999 നവംബർ 11 കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് രൂപീകൃതമായത്. ആദ്യ വർഷങ്ങളിൽ 1013 കോടി രൂപ സമാഹരിച്ചെങ്കിലും സാമ്പത്തികമായി ലാഭകരമല്ലെന്ന് കണ്ടതോടെ പദ്ധതികൾക്കൊന്നും പണം നൽകിയില്ല. 2012 സർക്കാർ കിഫ്ബി അടച്ചുപൂട്ടണമെന്ന് ആലോചിച്ചു. എന്നാൽ 2016 LDF സർക്കാർ കിഫ്ബിയെ നിലവിലെ രൂപത്തിലേക്ക് ഭേദഗതി ചെയ്യുകയായിരുന്നു. കടവും ചെലവുമൊക്കെ ഒരുപാടുണ്ട് കിഫ്ബിക്ക്. മാർച്ച് 31 വരെയുള്ള കണക്കനുസരിച്ച് കിഫ്ബിയുടെ ആകെ വരവ് 74,171 കോടി രൂപയാണ്. ഇതിൽ സർക്കാർ വിഹിതം 26,497 കോടി രൂപ. മോട്ടോർ വെഹിക്കിൾ സെസ് ഇനത്തിൽ പിരിച്ചതാണ് ഇതിൽ കൂടുതലുമുള്ള തുക, 17,593 കോടി രൂപ. 2025 മുതൽ 2026 മാത്രം 3,300 കോടിയാണ് കിട്ടിയത്. ഇന്ധന സെസ്സായി 4,929 കോടി രൂപയും കിട്ടി. വായ്പയായി കിട്ടിയതാകട്ടെ 42,053 കോടി രൂപയും. ഹഡ്കോ, നബാർഡ് പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പയാണ് ഇതിൽ കൂടുതൽ. 19,620 രൂപ ഈ ഇനത്തിൽ കിട്ടി. ബാങ്കുകളിൽ നിന്നുള്ള ടേം ലോൺ വഴി 9,200 കോടിയും മസാല ബോണ്ടിൽ നിന്ന് 2,150 കോടിയും മറ്റു ബോണ്ടുകളിലൂടെ 8,649 കോടി രൂപയും കിട്ടി. പദ്ധതികളിൽ നിന്നുള്ള തിരിച്ചടവായി 3,700 കോടിയും മറ്റു വരുമാന മാർഗങ്ങളിലൂടെ 1,920 കോടി രൂപയും കിട്ടിയതായും ധവളപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കിഫ്ബി അംഗീകരിച്ചത് ആകെ 1 ലക്ഷം കോടി രൂപയിലധികം രൂപയുടെ പദ്ധതികളാണ്. ഇതിൽ 25,000 കോടി രൂപയുടെ പദ്ധതി പൂർത്തീകരിച്ചു. 41,610 കോടി രൂപ പേയ്മെന്റായി നൽകി. 35,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് ഫണ്ട് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. 21,000 കോടി രൂപയുടെ വായ്പ തിരിച്ചടവും കൂടി പരിഗണിച്ചാൽ 56,000 കോടി രൂപയുടെ ബാധ്യതയാണ് കിഫ്ബി നിലവിൽ നേരിടുന്നത്. കിഫ്ബി അംഗീകരിച്ച തുകയുടെ 20% കണ്ണൂർ ജില്ലയ്ക്കാണ് അനുവദിച്ചതെന്ന ഒരു വിമർശനവും കൂടി ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്തിന് 17%, എറണാകുളത്തിന് 11% കിട്ടി. ആകെ ഫണ്ടിന്റെ പകുതിയോളം ഈ 3 ജില്ലകൾക്ക്. വയനാടിനാണ് ഏറ്റവും കുറവ്. പത്തനംതിട്ട, ഇടുക്കി, കാസർഗോഡ് ജില്ലകൾക്ക് 2% താഴെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നും ഈ ഒരു ധവളപത്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അനുവദിച്ച പദ്ധതിയുടെ 68% 3 വകുപ്പുകൾക്കായിരുന്നു. ആ വകുപ്പുകൾ ഇതൊക്കെയാണ്: പൊതുമരാമത്ത്, കുടുംബക്ഷേമം, വ്യവസായം.
പൊതുമരാമത്തിന് 34%, വ്യവസായത്തിന് 25%, ആരോഗ്യ കുടുംബക്ഷേമത്തിന് 9%വുമാണ് കിട്ടിയത്. വിദ്യാഭ്യാസം, ജലവിതരണം, പ്രാദേശിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെ അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു വകുപ്പുകൾക്ക് നൽകിയത് എന്ന് ധവളപത്രത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതിന്റെ യുക്തി എന്താണെന്ന ചോദ്യം കൂടി ധവളപത്രത്തിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്. കേരളത്തിന്റെ മൊത്ത വായ്പ പരിധി മറികടന്ന് അടിസ്ഥാന സൗകര്യ വികസനം വേഗത്തിലാക്കുക എന്ന ലക്ഷ്യമായിരുന്നു കിഫ്ബിയിലൂടെ സ്ഥാപിക്കാൻ ശ്രമിച്ചത്. എന്നാൽ സ്വന്തമായി വായ്പാ പദ്ധതികളും കടബാധ്യതയുമുള്ള ഒരു സമാന്തര സർക്കാരായി കിഫ്ബി മാറുകയാണ് ചെയ്തതെന്നാണ് UDF സർക്കാരിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ധവളപത്രത്തിൽ വിമർശിക്കുന്നത്. വരുമാന സ്രോതസ്സോ നിയന്ത്രണങ്ങളോ മേൽനോട്ടമോ ഇതിനില്ല എന്നും ധവളപത്രത്തിൽ ആരോപിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങൾ കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റിൽ 3 പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കേരളത്തിന്റെ സാമ്പത്തിക അച്ചടക്കം കുറയ്ക്കും. കിഫ്ബിയുടെ കടം തിരിച്ചടവ് ബാധ്യത പെട്രോളിയം സെസ്, മോട്ടോർ വാഹന നികുതി പോലുള്ള തനത് വരുമാനവുമായി ബന്ധിപ്പിച്ചിട്ടുള്ളതാണ്. ഇതിലുണ്ടാകുന്ന കുറവ് ട്രഷറിയെ ബാധിക്കുമെന്നതാണ് രണ്ടാമത്തേത്. കിഫ്ബിയുടെ ബാധ്യത ബജറ്റിൽ നിന്ന് ഒഴിവാക്കുന്നത് സംസ്ഥാനത്തിന്റെ യഥാർത്ഥ ബാധ്യതയുടെ നേർചിത്രം ഒളിച്ചുവെക്കുന്നതിന് തുല്യമാണെന്നും ധവളപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, സംസ്ഥാനത്തിന്റെ വായ്പാ ശേഷിയെ ബാധിക്കാതെ അതിന് പ്രവർത്തിക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം ഒരു വശത്ത് ഉയരുന്നുണ്ട്. ഒരു സ്വതന്ത്ര ഏജൻസിയായി പ്രവർത്തിക്കാൻ കിഫ്ബിക്ക് കഴിയില്ല എന്നാണ് ധവളപത്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കിഫ്ബിക്ക് തനതായ വരുമാന സ്രോതസ്സുകളില്ലെന്നും കിഫ്ബി കടം സംസ്ഥാനത്തിൻ്റെതായി കണക്കാക്കുമെന്നുമുള്ള CAG നിരീക്ഷണം ഇതിന് തെളിവാണെന്നും ധവളപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. കിഫ്ബി പണം സമാഹരിക്കുന്നതിന്റെ ചെലവ് സർക്കാർ നേരിട്ട് വായ്പ എടുക്കുന്നതിനേക്കാൾ 1 മുതൽ 1.5% വരെ കൂടുതലാണ്. 2020-2021 സാമ്പത്തിക വർഷത്തിൽ മാത്രമായിരുന്നു കിഫ്ബിയുടെ കടമെടുപ്പ് സർക്കാരിനേക്കാൾ കുറവായത്. കുറഞ്ഞ പലിശയ്ക്ക് കടമെടുത്ത് കിഫ്ബി പണം ലാഭിക്കുന്നു എന്നൊരു വാദമുണ്ട്. പക്ഷേ ആ വാദം ശരിയല്ല. ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ വാദം നിലനിൽക്കുന്നതല്ല എന്നാണ് ധവളപത്രത്തിൽ വ്യക്തമാക്കുന്നത്. 1 ലക്ഷം കോടിയിലധികം രൂപയുടെ പദ്ധതികളാണ് കിഫ്ബി വഴി അംഗീകരിച്ചത്. ഇതിൽ 25,000 കോടിയുടെ പദ്ധതികൾ പൂർത്തിയായി. 41,610 കോടി നൽകിയിട്ടുണ്ട്. 35,000 കോടിയുടെ ഫണ്ട് കണ്ടെത്തേണ്ട പദ്ധതികളാണ് അവശേഷിക്കുന്നത്. തീർപ്പാക്കാൻ 21,000 കോടിയുടെ വായ്പാ ബാധ്യത കൂടി വരുമ്പോൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് 56,000 കോടിയുടെ ബാധ്യതയാണ് നേരിടുന്നത്. ഇതിന്റെ പുറമെയാണ് പലിശ ചെലവ്. കിഫ്ബിയുടെ കടം വീട്ടുന്നത് ബജറ്റ് വിഹിതത്തിൽ നിന്നാണ്. അതുമൂലം സംസ്ഥാനത്തിന്റെ വാർഷിക വായ്പാ പരിധിയിൽ കുറവുണ്ടാകുന്നു. ഇത് കിഫ്ബിയുടെ അടിസ്ഥാന യുക്തി തന്നെ ചോദ്യം ചെയ്യുന്നുവെന്നും ധവളപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാരിനേക്കാൾ കാര്യക്ഷമമായി കടമെടുക്കാൻ കിഫ്ബിക്ക് കഴിയുമെന്ന അവകാശവാദം തെറ്റാണെന്നും ധവളപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ധനവകുപ്പിന്റെ കിഫ്ബിയുടെ കടമെടുപ്പ് തീരുമാനങ്ങൾക്ക് മറ്റുമേൽ പൂർണ്ണ നിയന്ത്രണമില്ല എന്നതടക്കമുള്ള ഗുരുതര കണ്ടെത്തലുകളും ഗുരുതര ആരോപണങ്ങളുമാണ് കിഫ്ബിക്ക് നേരെയുള്ളത്. എന്തായാലും ഇതൊക്കെ എങ്ങനെയാണ് പരിഹരിക്കപ്പെടുക എന്നത് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.